വയനാട് പിണങ്ങോട് തെക്കുംതറയിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. 167 കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയത്. BJP പ്രാദേശിക നേതാവ് VK ശശിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്നാണ് BJP പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് ആണല്ലോ ഈ കിറ്റുകൾ BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഉണ്ടായോ? ഈ കിറ്റുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനാണ് എന്ന് സംശയിക്കുന്നുണ്ടോ? ഗോപി, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതേയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് കിറ്റുകൾ ഇവിടെ എത്തിച്ചതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുള്ളത്. എന്തായാലും കിറ്റുകൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിശോധന നടത്തിയത്. VK ശശി ഇവിടുത്തെ BJPയുടെയും RSSന്റെയും എല്ലാം തന്നെ പ്രാദേശിക നേതാവാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെയാണ് പരിശോധന നടത്തി 167 കിറ്റുകൾ, 450 രൂപ വില വരുന്ന കിറ്റുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കിറ്റ് വിവാദം വലിയ രീതിയിൽ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല സൂപ്പർ മാർക്കറ്റിലും കിറ്റുകൾ തയ്യാറാക്കിയത് BJPക്ക് വേണ്ടിയാണെന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ TC MLA മാണി രാജയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. DYFIയുടെ പ്രാദേശിക നേതാവ്, ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയുക? തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഈ രീതി അവലംബിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. ഇവിടെ ശശി എന്ന് പറയുന്ന BJPയുടെ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ കിറ്റുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും ആ സ്റ്റോക്ക് ചെയ്ത കിറ്റുകൾ ഇന്ന് രാത്രി തന്നെ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞതുകൊണ്ടാണ് പ്രദേശവാസികൾ എന്നുള്ള നിലക്ക് ഇവിടെ കേന്ദ്രീകരിച്ചത്. എന്തായാലും സ്വാഭാവികമായും ഇതിൽ BJPയുടെ ഒരു വിശദീകരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. BJPയുടെ വേണുഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. BJPയുടെ മണ്ഡലം ട്രഷറാണ് പടിഞ്ഞിത്തറ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കിറ്റ് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. അത് ബില്ല് എല്ലാ സാധനവും സേവാഭാരതിൻ്റെ ഓഫീസിലുണ്ട്. അവരിപ്പോൾ അവിടെ എത്തിക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രി മുതൽ ഇവിടെ കിറ്റുമായിട്ട് ബന്ധപ്പെട്ടും വിതരണം ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൊണ്ടുവന്നതല്ല. അല്ല, BJP കൊണ്ടുവന്നതല്ല. സേവാഭാരതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൊടുക്കുന്നതാണ്, എല്ലാ വർഷവും കൊടുക്കും. എന്തായാലും ഇതാണ് BJPയുടെ ഭാഗത്തുള്ള വിശദീകരണം. കിറ്റുകൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇന്നലെ രാത്രി മുതൽ ഈ വിവാദം വലിയ അളവിൽ ചർച്ചയാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വീട്ടിൽ കിറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയും അത് കിറ്റുകൾ ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട്. ഈ കിറ്റുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതല്ല എന്ന വിശദീകരണമാണ് BJP നൽകുന്നത്. പക്ഷേ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് മറ്റു രണ്ട് മുന്നണികളുടെയും ആക്ഷേപം. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.